ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഓരോന്നായി കലാപങ്ങളിലും ആഭ്യന്തര യുദ്ധങ്ങളിലും കത്തിയെറിയുമ്പോൾ അതിർത്തികളിൽ പഴുതടച്ച സുരക്ഷയൊരുക്കി കാവൽ നിൽക്കുകയാണ് നമ്മുടെ രാജ്യം. ബംഗ്ലാദേശിനും പാകിസ്ഥാനും പിന്നാലെ ഇപ്പോൾ മ്യാൻമറിൽ നിന്നും വരുന്നത് അതിദാരുണമായ വാർത്തകളാണ്. മ്യാൻമറിൽ സൈന്യം നടത്തിയ വമ്പൻ വ്യോമാക്രമണത്തിൽ നിരപരാധികളായ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തൊട്ടയൽപ്പക്കത്ത് വലിയൊരു രക്തച്ചൊരിച്ചിൽ നടക്കുന്ന പശ്ചാത്തലത്തിൽ അതിർത്തികളിൽ ഇന്ത്യ ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മ്യാൻമറിലെ സഗൈങ് മേഖലയിലാണ് ലോകത്തെ നടുക്കിയ ഈ സൈനിക ആക്രമണം നടന്നത്. ഒരു ബുദ്ധവിഹാരത്തിൽ ധ്യാനത്തിനായി ഒത്തുകൂടിയ 100-ലധികം വരുന്ന സാധാരണക്കാർക്ക് നേരെ മ്യാൻമർ സൈന്യത്തിന്റെ യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷിക്കുകയായിരുന്നു. വെറും 15 മിനിറ്റിന്റെ ഇടവേളകളിൽ നടന്ന ഈ ഇരട്ട സ്ഫോടനത്തിൽ 3 സ്ത്രീകൾ ഉൾപ്പെടെ 14 പേർ തൽക്ഷണം കൊല്ലപ്പെട്ടു. 20-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. 2021 ഭരണം പിടിച്ചെടുത്ത സൈനിക ഭരണകൂടം സ്വന്തം ജനങ്ങൾക്ക് നേരെ നടത്തുന്ന ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങളിൽ ഒന്നാണിത്. സ്കൂളുകളെയും ആരാധനാലയങ്ങളെയും പോലും സൈന്യം വെറുതെ വിടുന്നില്ല. മ്യാൻമറിലെ ഈ ആഭ്യന്തര സംഘർഷങ്ങളുടെയും ബോംബാക്രമണങ്ങളുടെയും മറവിൽ അഭയാർത്ഥികളും ഒപ്പം സായുധ സംഘങ്ങളും അതിർത്തി കടന്ന് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ മണിപ്പൂരിലേക്കും മിസോറാമിലേക്കും നുഴഞ്ഞു കയറാൻ വലിയ സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ത്യൻ ഭരണകൂടവും സുരക്ഷാ സേനയും അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത്. മ്യാൻമറിലെ പ്രശ്നങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ ഒരു തരത്തിലും ബാധിക്കാതിരിക്കാൻ സൈന്യം അതീവ ജാഗ്രതയിലാണ്. ഇന്ത്യയുടെ മണ്ണിലേക്ക് അനധികൃതമായി കടക്കാൻ ഒരാളെ പോലും അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് അതിർത്തിയിലെ ഈ കനത്ത ജാഗ്രത നൽകുന്നത്. മ്യാൻമറിലെ സൈനിക നീക്കങ്ങളും അതിർത്തിയിലെ സാഹചര്യങ്ങളും ഇന്ത്യ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.